ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എനിക്ക് വളരെ ആകർഷകമായി, വളരെ പ്രയോജനപ്രദമായി, വളരെ ആത്മീയമായി അനുഭവപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന ഈശോയുടെ തിരുമുഖത്തോടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞാൻ പരിചയപ്പെടുത്തുന്നതിന് ഇടയാക്കിയ ഒരു ആത്മീയ ചിന്ത, നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന സത്യങ്ങളുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഈശോയുടെ തിരുമുഖം ദിവ്യകാരുണ്യം തന്നെയാണ്. ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ എല്ലാ ആരാധനകരുടെയും പൂർണ്ണതയും അതിൻ്റെ സമ്മിറ്റ് എന്ന് വിളിക്കാവുന്ന യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ ഈ ഈശോയുടെ തിരുമുഖത്തോടുള്ള പ്രാർത്ഥന, ഹോളി ഫേസ് പ്രയർ, അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന ഈശോ വെളിപ്പെടുത്തിയത്, സഭയിലെ പ്രചാരത്തിലായത്, ലോകം മുഴുവനിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ദിവ്യകാരുണ്യ ആരാധനയിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇത് ദൈവകരുണയുടെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥന കുറേ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ, ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് വളരെ ഉയർന്ന ഒരു ആത്മീയ അനുഭവം സമ്മാനിക്കുകയും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അത് വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഞാൻ പറയുന്ന വചന വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. ഈ പ്രാർത്ഥനയുടെ പേര് ഹോളി ഫേസ് പ്രയർ എന്നാണ്. ഹോളി ഫേസ് ചാപ്ലറ്റ്, ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാല എന്നൊക്കെ തന്നെ വിളിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലേണ്ട വിധം ഞാൻ വിശദീകരിക്കുകയും ഞാൻ ചൊല്ലുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ പഠിക്കുക. ഇത് ചൊല്ലുന്നതിന് സഹായകരമായ ഒരു ജപമാലയുണ്ട്. അത് ഈ ജപമാലയാണ്. നമ്മൾ സാധാരണ കാണുന്ന ജപമാല